ഈ ഒരു മാക്രമേ ക്രാഫ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തതായിരുന്നു. അതിന് ഞാനിതാ ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് എങ്ങനെ ചെയ്തെടുത്തതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ ഇവിടെ ഞാൻ 3mm നല്ല കോട്ടൺ മാക്രമേ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു വുഡൻ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 60-65 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ 2 ത്രെഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈസി ആയിട്ട് 2 നോട്ട് നമ്മൾ ഈ ഒരു വുഡൻ സ്റ്റിക്കിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഫസ്റ്റ് 2 ത്രെഡ് നമ്മളിതാ ബേസിക് ആയിട്ട് ഇതുപോലൊരു നോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്തെടുത്ത ഒരു 3ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നമുക്കൊന്നും കൂടി മനസ്സിലാവാത്ത പോലെ ഉണ്ടാവും. പക്ഷേ പിന്നെ അത് റെഡി ആവട്ടോ. പിന്നെ ഞാൻ അത് അയച്ചൊന്നും കൂടെ ചെയ്തു. പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം ഞാൻ ഒരു വുഡൻ സ്റ്റിക്ക് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ആക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം 2 സൈഡിലും പേപ്പർ ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റിലെ ഒരു ത്രെഡ് നമ്മൾ ഒരു സൈഡിൽ മുകളിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ ഈ നോട്ട്സിലാണ് നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ത്രെഡിലാണ് നമ്മൾ ഓരോ നോട്ട്സ് ഉണ്ടാക്കി ഒരു ലെയർ അല്ലെങ്കിൽ ഒരു ലൈന് വരിക, സെമി സർക്കിളിൻ്റെ. ഇതിന് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് എന്നാണ് പറയുക. ഈ നോട്ട്സ് ആണ് നമ്മൾ ഫുള്ളായിട്ടും ഇനി അങ്ങോട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈസി ആയിട്ട് ഫസ്റ്റ് 2 ലെയർ കറക്റ്റായിട്ട് നോക്കി വെച്ചാൽ നമുക്ക് കൂടുതൽ ലെയേഴ്സ് ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ നമ്മൾ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോട്ട് നമ്മൾ നോട്ട്സ് ചെയ്യേണ്ട ആ ഒരു ത്രെഡിൻ്റെ അടിയിലായിട്ടാണ് ബാക്കിയുള്ള ത്രെഡൊക്കെ വരിക. ആ ഒരു ത്രെഡ് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മുകളിൽ കൂടെ ഇങ്ങനെ നോട്ട് ഇട്ടെങ്ങാൻ ഇതുപോലെ ഇങ്ങനെ കോർക്കുന്ന പോലെ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ്. എന്നിട്ട് ആ ഒരു സെയിം ത്രെഡ് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ മുകളിലൂടാണ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഹാഫ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതിൽ 2ാമത്തെ നോട്ട്സും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ലെയറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സെമി സർക്കിളിൻ്റെ ഫസ്റ്റ് ലെയറാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിൽ 2 നോട്ട്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഒരു 30-35 സെൻറ്റിമീറ്റർ ആയിരുന്നു കേട്ടോ ഈ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, നമുക്ക് ആ ഒരു ലെയർ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് ഒരു 60-65 സെൻറ്റിമീറ്ററിൽ എടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമുള്ളത് ഫുള്ള് കഴിച്ചിട്ട് പിന്നെ ഒരു 60-65 സെൻറ്റിമീറ്ററിൽ ത്രെഡ് എടുത്തതിന് ശേഷമാണ് ഞാൻ മാറ്റി ഈ ഒരു ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. ഇനി ആ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ത്രെഡ് ഉണ്ടല്ലോ, നോട്ട്സുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് നമ്മളിതാ ഇതേപോലെ നോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ലെയർ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈന് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ തന്നെ 3ാമത്തെ ത്രെഡ് ഇതേപോലെ നോട്ടിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് ലൈൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു സൈഡിലായിരുന്നു ത്രെഡ് നമ്മൾ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ലെയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതേപോലെ ത്രെഡ് മുകളിലോട്ട് ആദ്യം ഫസ്റ്റിലുള്ള ത്രെഡ് മുകളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ത്രെഡിലാണ് നമ്മൾ ഓരോ നോട്ട്സും ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2ാമത്തെ ഈ ഒരു ത്രെഡിലാണ് നമ്മൾ ബാക്കി നോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ് നമ്മൾ അതിൻ്റെ നിയറസ്റ്റ് ഉള്ള ആ ഒരു ത്രെഡ് ഇതേപോലെ അടിയിൽ നിന്ന് മുകളിൽ കൂടെ എടുത്ത് ഇതേപോലെ
ഒരു നോട്ട് അതിൻ്റെ ഹാഫായിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ കൂടെ എടുത്തിട്ടുള്ള ആ ഒരു തേർഡ് ത്രെഡ് ഉണ്ടല്ലോ, അത് ആ ഒരു കേർവ് ത്രെഡിൻ്റെ മുകളിൽ കൂടെ എടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷനും ആ ഒരു നോട്ടിൻ്റെത് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഓരോ നോട്ട്സും ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിതാ ഞാൻ അങ്ങോട്ട് സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ ത്രെഡ് വെച്ച് ഇതുപോലെ നോട്ട്സ് ആ ഒരു ലെയറിൽ ചെയ്തെടുത്തു. ഇനി ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു കേർവ് ആക്കി വെച്ചിട്ടുള്ളത്, ആ ഒരു ത്രെഡ് ലാസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ആ ഒരു വുഡൻ സ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നേരെ വുഡൻ സ്റ്റിക്കിൻ്റെ നേരെ താഴെ കൂടാണ് എടുത്തിട്ട് നമ്മൾ ആ ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സെമി സർക്കിളിൻ്റെ രണ്ടാമത്തെ ലെയറും, അതായത് രണ്ടാമത്തെ ലൈനും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെയിം ഈ ഒരു 2 സ്റ്റെപ്പ് മാത്രം നിങ്ങൾ എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. അല്ലെങ്കിൽ അത് മാത്രം ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ലെയേഴ്സ് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. കാരണം ഇനി അങ്ങോട്ട് ചെയ്യുന്നത് ഫുള്ളും ഇതിൻ്റെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തൊരു ത്രെഡ് നമ്മളിതാ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ആ ഒരു ത്രെഡ് എടുത്ത് മുകളിലോട്ടെടുത്ത് വെക്കുക. രണ്ടാമത്തെ ആ ഒരു ത്രെഡ് നമ്മൾ ഇതേപോലെ സെമി സർക്കിളാക്കി അതല്ലെങ്കിൽ കേർവ് ആക്കി വെച്ചിട്ട് അതിലാണ് ബാക്കി എല്ലാ ത്രെഡും വെച്ച് നോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്.
ലെയറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ എല്ലാ ത്രെഡ് യൂസ് ചെയ്തും നോട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന നോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇതാ ഞാൻ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് നമുക്കിതാ എക്സ്ട്രാ ഒരു നോട്ട് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇതുപോലൊരു നോട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു സിമ്പിളായിട്ടൊരു നോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ആ ഒരു കേവാക്കി എടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതേപോലെ വുഡിൽ ഈ ഒരു രീതിയിൽ നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ട കേട്ടോ. ഇങ്ങനെ ആവുമ്പം നമുക്ക് ആ ഒരു സ്പേസ് ഫീൽ ചെയ്യില്ല. ഇത് നമ്മൾ ആ ഒരു കേവ് ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് അങ്ങനെ ചിലപ്പം ചില കേസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഫൈനലി ഞാനിതാ ഈ ഒരു സെമി സർക്കിളിൽ ഒരു 5 ലൈൻസ് ആയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫൈനലി നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ കുറച്ച് പണി കൂടെയാണുള്ളത് കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ഈ ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഓരോ ത്രെഡെന്നും പറഞ്ഞാൽ ഈ ട്വിസ്റ്റ് ചെയ്ത പോലെ ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഇതേപോലെ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന് പ്രത്യേകമായിട്ടുള്ള ടൂളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതൊരു ബ്രഷ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത് നമ്മുടെ നോർമൽ കോമ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് ഇപ്പോൾ നമ്മുടെ നോർമൽ കോമ്പ് തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ടൂള് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാനിതുപോലെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഇതേപോലെ ഒരു ത്രെഡ് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റായിട്ട്, അതായത് ഞാൻ ഫസ്റ്റ് എനിക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു മേക്രമേ നോട്ട്സൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളൊരു ഫസ്റ്റ് പ്രൊജക്റ്റാണ് കേട്ടോ എൻ്റെ ഇത്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും എനിക്കൊരു ഫേവറേറ്റ് തന്നെ ആയിരിക്കും. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ 2 വട്ടം ഒന്ന് ട്രയൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് മൂന്നാമത്തെ നമ്മൾ ഈ ഒരു പിങ്ക് വണ്ണ് ചെയ്തിട്ടുള്ളത്. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് കേട്ടോ. അത് അയച്ചിട്ടാണ് പിന്നെ ഒന്നും കൂടെ അത് തന്നെ ചെയ്തു, ആ യെല്ലോയും ഗ്രീനും. പിന്നെ 3-ാം വട്ടമാണ് ഈ ഒരു പിങ്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം മനസ്സിലാവും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് ഉറപ്പായിട്ടും. അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം എനിക്കറിയാം ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പം ഇനി മുന്നോട്ട് കാണുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസും എന്തായാലും കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതേപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. Okay, bye. Thank you.